പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10ന്റെ ചാപ്റ്റർ 3ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് കെ വിൽ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 3k + 1 × x + 3y - 2 = 0 and k² + 1 × x + k - 2 × y - 5 = 0 has no solution. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ ആണ് കണ്ടീഷൻ എന്തായിരിക്കും? a1/a2 = b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 എന്നാണ്. അപ്പോൾ നിങ്ങൾ കണ്ടീഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? 3k + 1 × x + 3y - 2 = 0. This is equation number 1. അടുത്തത് k² + 1 × x + k - 2 × y - 5 = 0. This is equation number 2. അടുത്ത സ്റ്റെപ്പ് എന്തെഴുതാം? The system of equations will have no solution if എപ്പോഴാണ് a1/a2 = b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഇനി a1 എന്ത് വരും? a1 is 3k + 1 a2 is k² + 1 = അടുത്തത് b1 is 3 b2 is k - 2 നോട്ട് ഈക്വൽ ടു c1 is -2 c2 is -5. നമുക്ക് kയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണത്തിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അപ്പോൾ എന്ത് വരും? 3k + 1 × k - 2 = 3 × k² + 1. ഇതിനെ തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. 3k × k is 3k², 3k × -2 അപ്പോൾ -6k, 1 × k is k, 1 × -2 is -2 = 3k² + 3 × 1 3. അപ്പോൾ രണ്ടിടത്തും 3k² ഒരേപോലെയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. -6k + k is -5k = ഈ 2വിനെ ഞാൻ RHSലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താകും? 3 + 2 5. ഇതിൽ നിന്ന് k എന്ത് കിട്ടും? k = 5/-5. അപ്പോൾ kയുടെ വാല്യൂ എന്താണ്? k = -1. അപ്പോൾ ഇതിന് നോ സൊല്യൂഷൻ വരുന്നത് kക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ്? kക്ക് -1 വരുമ്പോഴാണ്. അപ്പോൾ എന്തെഴുതാം? ഫോർ k = -1 the pair of equations will have no solution. kക്ക് -1 വരുമ്പോഴാണ് പെയർ ഓഫ് ഇക്വേഷൻസിന് നോ സൊല്യൂഷൻ ഉണ്ടാകുക, നോ സൊല്യൂഷൻ വരിക. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് ആൽഫ വിൽ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ α(x + 3y) = α - 3 and 12x + αy = α has നോ സൊല്യൂഷൻ. അപ്പോൾ നോ സൊല്യൂഷൻ്റെ കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് നമുക്കൊന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ്? α(x + 3y) = α - 3. This is equation number 1. അടുത്തത് 12x + αy = α. This is equation number 2.
പിന്നെന്താ നോ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വിൽ ഹാവ് നോ സൊല്യൂഷൻ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾ എഴുതിക്കോ കേട്ടോ. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വിൽ ഹാവ് നോ സൊല്യൂഷൻ if എപ്പോഴാണ് a1/a2 is equal to b1/b2 not equal to c1/c2. ഇനി a1 എന്ത് വരും? a1 is alpha, a2 is 12 is equal to b1 is 3, b2 is alpha not equal to c1 is alpha minus 3 by c2 is alpha. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിട്ട് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അങ്ങനെ ആണല്ലോ എന്ന് പറഞ്ഞ് ഡൗട്ട് വേണ്ട. ദാ ഇങ്ങനെ എഴുതാം =0, ഇതും -=0. അപ്പോൾ ഇവിടെ എഴുതുമ്പം മൈനസ് ഇട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് കൊടുക്കാം. ഈ മൈനസും മൈനസും ക്യാൻസലായി പോകും, സെയിം തന്നെ വരും കേട്ടോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ രണ്ടെണ്ണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ആൽഫ ഇൻറ്റു ആൽഫ, ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 × 3 36. അപ്പോൾ ആൽഫ സ്ക്വയർ 36 ആണെങ്കിൽ ആൽഫ എന്ത് വരും? ആൽഫ സ്ക്വയർ 36 ആണെങ്കിൽ മിക്ക സ്റ്റുഡൻസും ആൽഫ ഈസ് 6 എന്ന് എഴുതി വയ്ക്കും. ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങളുടെ മാർക്ക് കുറയും കേട്ടോ. +or-6 എന്ന് തന്നെ നിങ്ങൾ എഴുതണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലോസ് ആവുന്നതായിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണ്? +6ൻ്റെ സ്ക്വയർ എടുത്താലും 36 ആണ്, -6ൻ്റെ സ്ക്വയർ എടുത്താലും 36 ആണ് വരിക. അപ്പോൾ +or-6 എന്ന് തന്നെ എഴുതണം. അപ്പോൾ അതാ ഇവിടെ നമ്മൾ ആൽഫയ്ക്ക് +or-6 എന്ന് കിട്ടി. പക്ഷേ ആൽഫ +6 ആണോ -6 ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾസോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തതിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 3/ആൽഫയും ഇതും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × ആൽഫ ഈസ് 3 ആൽഫ നോട്ട് ഈക്വൽ ടു എന്ത് വരും? ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 3. 3 ആൽഫ നോട്ട് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ ഈസ് ആൽഫ സ്ക്വയർ മൈനസ് 3 × ആൽഫ ഈസ് 3 ആൽഫ. അപ്പോൾ ഈ 3 ആൽഫ ഞാൻ ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താവും? ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 ആൽഫ + 3 ആൽഫ. അപ്പോൾ എന്താവും? 6 ആൽഫ നോട്ട് ഈക്വൽ ടു ആൽഫ സ്ക്വയർ. ഈ ഒരു ആൽഫയും ഈ ഒരു ആൽഫയും കട്ടാകും. അപ്പോൾ എന്തായി? ആൽഫ നോട്ട് ഈക്വൽ ടു 6. അപ്പോൾ ദാ ആൽഫ നോട്ട് ഈക്വൽ ടു 6 എന്ന് നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൽഫ നോട്ട് ഈക്വൽ ടു 6 ആണെങ്കിൽ എന്തായിരിക്കും ആൽഫയുടെ വാല്യൂ? ആൽഫ ഈസ് ഈക്വൽ ടു -6 ആയിരിക്കും. +6 നമുക്ക് എന്താ കിട്ടിയത്? നോട്ട് ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? -6 ആയിരിക്കും. അപ്പോൾ എന്തെഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു -6. ദ പെയർ ഓഫ് ഇക്വേഷൻസ് വിൽ ഹാവ് നോ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ +or- കിട്ടിയത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ +6 ആൽഫയ്ക്ക് നോട്ട് ഈക്വലാണ്. അപ്പം +6 നോട്ട് ഈക്വൽ ആണെങ്കിൽ -6 ആയിരിക്കും ആൽഫയുടെ വാല്യൂ. അപ്പോൾ ഇത്ര എഴുതിയെങ്കിലേ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതേപോലെ ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതി വെച്ചാൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. മനസ്സിലായല്ലോ? ആൽഫ ഈസ് ഈക്വൽ ടു 6 എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ +6 ഇവിടെ എന്താണ്? നോട്ട് ഈക്വലാണ്. -6 ആണ് കറക്റ്റ് വാല്യൂ. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനിയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.